ഇന്ന് നമ്മള് കിങ്സ്റ്റണിലെ 2-3 ഹോംലി ഫുഡിന്റെ ഡീറ്റെയിൽസ് ആണ്. കിങ്സ്റ്റണിൽ കേരള റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹോംലി ഫുഡ് ഇവിടെ നമ്മളോട് ആദ്യം ഇത് നമ്മൾ നോക്കുന്നത് കേരള കലവറ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ചിക്കൻ ബിരിയാണിയും പൊതിച്ചോറും അവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നല്ല ഇതായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ട് അവരുടെ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നമ്മൾ നോക്കുന്നത്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അതിൽ 3 ചിക്കൻ പീസുകളുണ്ട്, ഒരു മുട്ടയുണ്ട്, പിന്നെ പിക്കിളുണ്ട്. ലെമൺ പിക്കിളായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല എരിയൊന്നുമില്ല, നോർമൽ ഒരു ഇതായിരുന്നു. നല്ല ഇതായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊതിച്ചോറ് എല്ലാവർക്കും അറിയാമല്ലോ. പൊതിച്ചോറ് അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല നമ്മുടെ വാഴയിലൊക്കെ ബനാന ലീഫിലൊക്കെ പൊതിഞ്ഞ്, പിന്നെ അത് അലൂമിനിയം പേപ്പറിലും പൊതിഞ്ഞ് ഒന്നും ലീക്കാതെ നല്ല രീതിയിൽ അവർ പൊതിഞ്ഞ് തന്നതാണ് പൊതിച്ചോറ്. നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ സ്കൂളിലും പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ജോലിയിലും അങ്ങനെയൊക്കെ നാട്ടിലൊക്കെ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം. ഒരു മുട്ട പൊരിച്ചതുണ്ട്, ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ പുരട്ടിയതുണ്ട്, പിന്നെ തോരനുണ്ട്, ക്യാബേജ് തോരനായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ട്, നമ്മുടെ തേങ്ങ ചമ്മന്തി, അച്ചാറ്, പിന്നെ അതിൻ്റെ കൂടെ കറികളൊക്കെ ഉണ്ട്. ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ തക്കാളി കറിയായിരുന്നു, നല്ല കറിയായിരുന്നു. പിന്നെ രസം ഉണ്ടായിരുന്നു, പപ്പടം, പിന്നെ അത് സാലഡ് ചിക്കൻ ബിരിയാണിയുടെ കൂടെ വരുന്നത്. പിന്നെ ഇത്രയും കൂട്ടാൻ പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ദേവൂസ് കിച്ചൺ. ദേവൂസ് കിച്ചണിൽ അവിടെ അപ്പവും പോർക്ക് റോസ്റ്റും ആണ് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചത്. നല്ല മയമുള്ള, ഒരു പുളിയും അങ്ങനൊന്നും വലിയ ഇതില്ലാത്ത 4 അപ്പമുണ്ട്. 4 അപ്പവും പിന്നെ പോർക്ക് റോസ്റ്റും, പോർക്ക് പുരട്ടിയ പോർക്ക് റോസ്റ്റ്. പോർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിലാണിത്. തൃശ്ശൂർ ഫാമിലിയാന്ന് തോന്നുന്നു. അപ്പം തൃശ്ശൂർ സ്റ്റൈലിലുള്ള പോർക്കായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. തൃശ്ശൂർ ഉള്ളവർക്ക് പോർക്ക് കൂടുതൽ ഇഷ്ടമാകുന്നില്ല. അത് നല്ല ഒന്നറ്റിക്ക് ഒരു ടേസ്റ്റ് ആയിരുന്നു. അടുത്തതും ദേവസ് കിച്ചൺ ആണ്. അവർ പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഫുൾ ചിക്കൻ ബിരിയാണി ഉണ്ട്, സിംഗിൾ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഫുൾ ചിക്കൻ ആണെങ്കിൽ 2 ലെഗ് പീസ്, പിന്നെ സിംഗിൾ ആണെങ്കിൽ 1 ലെഗ് പീസും. രണ്ടിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും പിക്കിളും റൈത്ത അത് സാലഡും ഉണ്ട്. പിന്നെ അത് നല്ല ഇതാണ്. ഇപ്പോൾ ഫ്രൈ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായത്. പിന്നെ കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റിയ എരിയൊന്നും ഇല്ലാത്ത ബിരിയാണിയായിരുന്നു. അവർ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മസാല ചേർത്ത് അങ്ങനെ തരുന്ന ഒരു ബിരിയാണിയാണ്. നല്ലൊരു ഓതന്റിക് ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത് വരുന്നത് അൽഫഹാം ചിക്കൻ മന്തി. അത് നല്ലൊരു ടേസ്റ്റാണ്. ഒരു അറബിക്ക് ടച്ചുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ടേസ്റ്റാണ്. നല്ല ഇതായിരുന്നു. അത് ഞങ്ങൾ ഫുള്ള് അത് മേടിച്ച്, ഫുള്ള് ഹാഫ് ക്വാർട്ടർ എല്ലാം ഉണ്ട്. ഫുള്ളാന്ന് ഒരു സ്മാഷ്ഡ് ബ്രസ്റ്റ് പീസ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു. അവരുടെ മസാലയൊക്കെ ഇട്ട്, പിന്നെ അതിൻ്റെ കൂടെ മയണൈസ് ഉണ്ട്, പിന്നെ ടൊമാറ്റോയിലുള്ള ഇതുണ്ട്, ചട്നി ഉണ്ട്. അതെല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. റൈസ് ആണെങ്കിലും നല്ല ഒതന്റിക്ക് ഒരു മിഡിൽ ഈസ്റ്റ് സ്റ്റൈലിലുള്ള അതുപോലെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു ഫുഡ് നിങ്ങൾക്ക് ഹോംലി ഫുഡ് ഇഷ്ടമാണെങ്കിൽ അത് നല്ലൊരു ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡാണ്. അടുത്ത നമ്മൾ കേരള ഫുഡ് എന്ന് പറയുന്നത് മൂന്നാർ കേറ്റേഴ്സിൽ ചിക്കൻ ദം ബിരിയാണി കിട്ടും. ഇതിൽ ചിക്കൻ ദം ബിരിയാണിയിൽ റൈത്ത, പിക്കിള്, പിന്നെ ചിക്കൻ പീസ്
പീസുകൾ പല പീസുകളുണ്ടായിരുന്നു. അവർ റൈസൻസും നമ്മുടെ ഫ്രൈഡ് ഓനിയനും പിന്നെ കാഷ്നട്ട് പൈനാപ്പിള് നല്ലതായിട്ട് നല്ലൊരു ബിരിയാണി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ പീസുകൾ അതിലുള്ളത് ട്രൈ ചെയ്ത് നോക്കുക.